അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ആ ദിവസം മുതൽ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ചോദിച്ച ഒരു കാര്യമാണ്. 4 ദിവസമായി ഈ ആക്രമണം നടന്ന സ്ഥലത്ത് ഈ ഭീകരർ ഉണ്ടായിരുന്നു. അതിന് ദൃക്സാക്ഷികളടക്കം വിവരങ്ങൾ നൽകുകയുണ്ടായി. പിന്നീട് ഇവിടെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് പക്ഷേ എങ്ങനെ അവർക്ക് അവിടെ എത്താൻ സാധിച്ചു? എങ്ങനെയാണ് ഈ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് അവിടെ ആയുധം അടക്കം കൊണ്ടുവന്ന് നിൽക്കാൻ സാധിച്ചത്? എങ്ങനെയാണ് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വരാൻ കഴിഞ്ഞത്? നമ്മുടെ ഇന്റലിജൻസ് സംവിധാനത്തിന് അത് കാണാനും അത് പരിശോധിക്കാനും കഴിഞ്ഞില്ലേ? ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മിണ്ടാട്ടമില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് കുറെ ചരിത്രം, കുറെ ഈ രാഷ്ട്രീയ അതിപ്രസരം, ഇതൊക്കെ മതിയോ അതിന് മറുപടിയാകാൻ? ഇവിടെ ബിജെപിയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറയുന്നത് നമ്മളെല്ലാം കേട്ടല്ലോ. ഇന്റലിജൻസ് വീഴ്ചയെക്കുറിച്ചോ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ ഒന്നും പറയാതെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വന്ന മുഴുവൻ തീവ്രവാദികളും ആയുധമായിട്ട് ഇത്രയും കിലോമീറ്റർ കടന്ന് പാകിസ്ഥാനിലേക്ക് വന്നു. ഒരാളും പരിശോധനയില്ല, ആരാളും കണ്ടെത്തുന്നില്ല. അവർ 3-4 ദിവസം ഈ പഹൽഗ്രാമിലും പരിസര പ്രദേശത്തുമെല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് ഏറ്റവും സാധാരണക്കാരായ 26 ടൂറിസ്റ്റുകളെ കൊന്നൊടുക്കി. അതിനുശേഷം 3.5 മാസത്തോളം ഈ രാജ്യത്ത് തന്നെ തുടരുന്നു. ഈ രാജ്യം വിട്ടു പോകാതെ ഞങ്ങൾ ശ്രമിച്ചു. 3.5 മാസം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ 3 പേരെ കൊന്നു എന്നാ പറയുന്നത്. ഈ കഥയും തിരക്കഥയൊക്കെ ആര് വിശ്വസിക്കാൻ? ഇതൊക്കെ ചോദിക്കുമ്പോ നിങ്ങളെല്ലാം രാജ്യദ്രോഹികൾ, ഞങ്ങൾ മാത്രം രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നിലവാരം ഉണ്ടല്ലോ, ഇത് ജനങ്ങൾ ശരിക്കും അളക്കും. ഈ രാജ്യം ഭരിക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. പാർലമെന്റിൽ എംപിമാർ ചോദിക്കുന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കം കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങളാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്രയോ ചോദ്യങ്ങൾ ഇതിന്റെ ഇടയിൽ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ യുദ്ധ സമാനമായ അന്തരീക്ഷം 4-ാം ദിവസം സ്റ്റോപ്പ് ചെയ്തത്? ഏതെങ്കിലും തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തോ? ഏതെങ്കിലും തീവ്രവാദിയെ കൊന്നോ? പാക് അധീന കാശ്മീരിൽ ഏതെങ്കിലും തീവ്രവാദ ക്യാമ്പ് എത്രണ്ണം നശിപ്പിച്ചു? എന്താണ് പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ ഇത് സ്റ്റോപ്പ് ചെയ്തത്? ആ കാരണം പറയണമെന്ന് പറയുമ്പോ 3.5 മാസത്തോളം ഒന്നും പറയാതെ ഇന്ന് വന്ന് പറഞ്ഞു മറ്റാരും ഇടപെട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ എന്ത്? പിന്നെ ഈ 3.5 മാസം എങ്ങനെ ഈ തീവ്രവാദികൾ ആയുധവും പിടിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടി? ഇവിടെ ചോദിച്ചല്ലോ, ഇപ്പൊ 3 പേരല്ലേ കൊല്ലപ്പെട്ടതായി പറയുന്നത്. എന്നാൽ ബാക്കിയുള്ളവരെവിടെ? ഇവരെ കയ്യോടെ പിടികൂടിയാലല്ലേ ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഇവരെ ഇങ്ങോട്ട് വിട്ടത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള മോട്ടീവ്? ഇതും കൂടാതെ മറ്റേതെങ്കിലും ഓപ്പറേഷൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നോ? അവരെ നീതിന്യായ പ്രക്രിയയുടെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമല്ലേ കൃത്യമായി മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ കഴിയൂ. അപ്പോൾ ഇതെല്ലാം ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കും, നിങ്ങൾ അങ്ങ് അനുസരിച്ചു കൊള്ളുക. ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ നിങ്ങളെല്ലാം രാജ്യദ്രോഹി എന്ന രൂപത്തിലേക്ക് ചിത്രീകരിക്കാൻ ശ്രമിച്ച് കുറെ ചരിത്രവും പറഞ്ഞ് ആക്രമിക്കാൻ നോക്കിയാൽ അതൊന്നും നിലനിൽക്കുന്ന സാഹചര്യമല്ല. ഇന്ത്യയിലെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം.